ഹലോ ഡിയർ എവറി വൺ, വെൽക്കം അഗെയിൻ ടു ഇംഗ്ലീഷ് വാവ്. മൈ നെയിം ഇസ് നിഷാദ്. നോക്കൂ, ഞാനിവിടെ 7 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. 7 സെൻറ്റൻസുകൾ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം എന്താണെന്നറിയോ? ലഞ്ച് എവിടെയാണ് തയ്യാറാക്കാറുള്ളത്? അല്ലെങ്കിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ലഞ്ച് എവിടെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 7 എണ്ണം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ലഞ്ച് എവിടെയാണ് തയ്യാറാക്കാറുള്ളത്? ശ്രദ്ധിക്കണം കേട്ടോ, ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ ആലോചിക്കുക. ലഞ്ച് എവിടെയാണ് തയ്യാറാക്കാറുള്ളത്? അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഈ ഒന്നാമത്തേത് കൊടുത്തിട്ടുള്ളത്. എന്താണത്? ദ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ഈ സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസീവ് വോയിസ് എന്ന് പറയുന്നത്. പാസീവ് വോയിസ്. എന്താ പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യുന്നത് ആരാണ് എന്നുള്ളതിനേക്കാൾ അവിടെ ആ ചെയ്യുന്ന കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ദ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്യണത് എന്ന് നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ല. ലഞ്ച് തയ്യാറാക്കാറുള്ളത് എവിടെയാണ്? ക്യാൻറ്റീനിലാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ചോദിക്കുക, എവിടെ ലഞ്ച് തയ്യാറാക്കാറുള്ളത്? അപ്പോൾ പറയണേ ലഞ്ച് ഈസ് പ്രിപ്പയർഡ്, ദ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. അപ്പോൾ ഇതിന് ഈ ഒന്നാമത്തെ പറഞ്ഞിട്ടുള്ള സംഗതിക്ക് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് വോയിസ് എന്നാണ് പറയാം. ശ്രദ്ധിക്കണം, ദ ലഞ്ച് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഈസ് എന്നാണ് പറഞ്ഞത്. ദ ലഞ്ച് ഈസ്, അത് ലഞ്ച് ആയതുകൊണ്ടാണ് നമ്മൾ ഈസ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ല? ലഞ്ച് എന്ന് പറഞ്ഞത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. സോ ദ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ക്യാൻറ്റീനിലാണ് ലഞ്ച് തയ്യാറാക്കാറുള്ളത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തയ്യാറാക്കാറുള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പം തയ്യാറാക്കുന്നതല്ല. സാധാരണ ലഞ്ച് തയ്യാറാക്കാറുള്ളത് എവിടെയാണ്? ക്യാൻറ്റീനിലാണ്. ഇപ്പോൾ നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണമൊക്കെ എവിടെ തയ്യാറാക്കാറ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് ഞങ്ങൾ കിച്ചണിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ക്യാൻറ്റീനിലാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ഉത്തരമാണ്. എന്ത്? ദ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? പിന്നെ ഈ ലഞ്ച് എന്ന് പറഞ്ഞതിന് പകരം നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതലുള്ള ഇപ്പോൾ ഫുഡ് ഐറ്റംസ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഐറ്റംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈസ് മാറിയിട്ട് എന്താവും? ആറാകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സബ്ജക്റ്റ്, അതായത് ദ ലഞ്ച് എന്ന് പറഞ്ഞു, പിന്നെ അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ഈസ് ആണ് പറഞ്ഞത്. ഈസ് ആവാൻ കാരണം എന്തുകൊണ്ടാണ്? അത് ലഞ്ച് ആയതുകൊണ്ടാണ്. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ആറാണ് വരിക. പിന്നെ ഐ എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ആം ആണ് വരിക. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, ഈസ്, ആർ, ആം. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രിപ്പയർഡ് എന്നാണ്, പ്രിപ്പയർ എന്നല്ല. അതായത് ആ വേർബിൻ്റെ തേർഡ് ഫോമാണ്. ഗോട്ട് ഇറ്റ്? ആ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. സോ ദ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. സാധാരണ ലഞ്ച് തയ്യാറാക്കാറുള്ളത് എവിടെയാണ്? ക്യാൻറ്റീനിലാണ്. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യവും ഇങ്ങനെ പറയുന്ന ഒരു ഉത്തരവും നമ്മളൊന്ന് സങ്കല്പിക്കുക. എവിടെ തയ്യാറാക്കാറുള്ളത്? ക്യാൻറ്റീനിലാണ് തയ്യാറാക്കാറുള്ളത്. ആരാണ് തയ്യാറാക്കുന്നത് പറയുന്നില്ല കേട്ടോ. അതവിടെ നമ്മൾ എന്താ പറയുക, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല അവിടെ. സോ ദ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, രണ്ടാമത്തെ നിങ്ങൾ നോക്കൂ. ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ദ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ നമ്മൾ ആദ്യം പറഞ്ഞു, ലഞ്ച് തയ്യാറാക്കാറുള്ളത് ക്യാൻറ്റീനിലാണ്. രണ്ടാമത്തെ എന്താണ്? ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ലഞ്ചുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ലഞ്ച് തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊരു ഉത്തരമായിട്ട് പറയാണ്, പ്ലീസ് വെയിറ്റ്, ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ലഞ്ച് ക്യാൻറ്റീനിൽ എന്താണ്? തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇപ്പോൾ അവിടെ എന്താണ്? അത് ആ ലഞ്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് പ്രിപ്പയർഡ് ആയിട്ടില്ല. മനസ്സിലായില്ലേ? അത് അതിൻ്റെ പ്രോസസ്സിലാണ്. ഒരു കണ്ടിന്യൂസ് ഫോമാണ്, അതിൻ്റെ പാസീവ് വോയിസ് ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇത് കണക്ട് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ അത് വളരെ ഈസിയാണ്. ഒന്നാമത്തെ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. രണ്ടാമത്തെ എന്താ? ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ദാറ്റ് മീൻസ് റൈറ്റ് നൗ, ഇപ്പോൾ ലഞ്ച് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പറയുന്നില്ല, ആ പ്രോസസ്സ് മാത്രമേ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ഓക്കെ, ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. അവിടെയും നമ്മൾ ശ്രദ്ധിക്കുക, മുകളിൽ പറഞ്ഞ പോലെ ഈസ് ആവാം, ഇവിടെ ചിലപ്പോൾ ആറാവാം, ചിലപ്പോൾ അത് ആമും ആവാം. മനസ്സിലായാലും സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഈസ് എന്ന് പറയാൻ കാരണം ലഞ്ച് ആയതുകൊണ്ടാണ്. ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ഗോട്ട് ഇറ്റ്? ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
ഇനി മൂന്നാമത്തെ ഒരു സെൻറ്റൻസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, എന്താണ്? ദ ലഞ്ച് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. നിങ്ങൾ ചോദിക്കുകയാണ് ലഞ്ച് തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ ലഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരാൾ പറയാണ് ലഞ്ച് ക്യാൻറ്റീനിൽ തയ്യാറായിട്ടുണ്ട്. കണ്ടോ? അതായത് ലഞ്ച് തയ്യാറായിട്ടുണ്ട്, അത് ഇനി റെഡിയാണ്, സെർവ് ചെയ്യാൻ റെഡിയാണ്. സോ അപ്പോൾ അവിടെ പറയാണ് ദ ലഞ്ച് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. വാട്ട് ഈസ് ഇറ്റ്? ദ ലഞ്ച് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. അപ്പോൾ അവിടെ തയ്യാറായിട്ടുണ്ട്, ജസ്റ്റ് അത് കംപ്ലീറ്റഡ് ആണ്. നിങ്ങളിങ്ങനെ ആവി പോണ ആ ഫുഡിനെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അവിടെ. ദ ലഞ്ച് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. യു ഗോട്ട് ഇറ്റ്? ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ നമ്മൾ ലഞ്ച് എന്ന് പറഞ്ഞതിന് ശേഷം ഹാസ് ബീൻ ആണ് പറഞ്ഞത് അല്ലേ? ഹാസ് ബീൻ പ്ലസ് V3 ഫോം ആണ്. അപ്പോൾ ഹാസ് ബീൻ ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ ഹാവ് ബീൻ ആവാം. സോ ദ ലഞ്ച് ആയതുകൊണ്ട് എന്താണ്? ഹാസ് ബീൻ ആണ്. ദ ലഞ്ച് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ലഞ്ച് എവിടെ തയ്യാറായിട്ടുണ്ട്? ക്യാൻറ്റീനിൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലാക്കി അടുത്തത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ലഞ്ച് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് ഒന്നാമത്തേത് നമ്മൾ പറയുന്നത് എന്താണ്? ലഞ്ച് തയ്യാറാക്കാറുള്ളത് എവിടെയാണ്? ക്യാൻറ്റീനിലാണ്. സോ ദ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. സാധാരണ ലഞ്ച് പ്രിപ്പയർ ചെയ്യാറുള്ളത് എവിടെയാണ്? ക്യാൻറ്റീനിലാണ്. രണ്ടാമത്തേത് എന്താണ്? ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ലഞ്ച് എവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്? വെയിറ്റ് ചെയ്യൂ കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കൂ കേട്ടോ, ലഞ്ച് ക്യാൻറ്റീനിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, അത് ഇത്ര സമയമാകുമ്പോൾ റെഡിയാവും. ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. മൂന്നാമത്തേത് റെഡിയായി അല്ലേ? റെഡി ആയിട്ടുണ്ട്, ജസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? ദ ലഞ്ച് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ദ ലഞ്ച് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. അപ്പോൾ ലഞ്ച് എന്ന് പറഞ്ഞതിന് ശേഷം ഹാസ് ബീൻ ആണ് പറയുന്നത്. ചിലപ്പോൾ അത് ഹാവ് ബീൻ ആവാം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ. ഗോട്ട് ദി ഐഡിയ? ഇനി ഇതേ കാര്യങ്ങൾ നമ്മൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ എന്നത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താ വരിക? ദ ലഞ്ച് വാസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ശ്രദ്ധിക്കുക, ലഞ്ച് തയ്യാറാക്കിയിട്ടുള്ളത് എവിടെയായിരുന്നു? ക്യാൻറ്റീനിലായിരുന്നു. ഇത് പാസ്റ്റാണ്, ഇത് ഇപ്പോഴല്ല. മനസ്സിലായില്ലേ? പ്രസൻറ്റിനെ കുറിച്ച് അല്ല നമ്മൾ പറയുന്നത്, പാസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പറയാണ് ആ പരിപാടിയിൽ ലഞ്ച് തയ്യാറാക്കിയിട്ടുള്ളത് എവിടെയായിരുന്നു? ക്യാൻറ്റീനിലായിരുന്നു എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഇൻ ദാറ്റ് ഇവൻറ്റ് ദ ലഞ്ച് വാസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ആ പരിപാടിയിൽ ലഞ്ച് തയ്യാറാക്കിയിട്ടുള്ളത് എവിടെയായിരുന്നു? ക്യാൻറ്റീനിലായിരുന്നു. അപ്പോൾ അത് പാസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈസ് എന്ന് പറഞ്ഞത്, പ്രസൻറ്റിൽ ഈസ് എന്ന് പറഞ്ഞത് അങ്ങോട്ട് പോകുമ്പോൾ വാസ് ആവും. അവിടെ ആർ എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വേറാവും. ഈ ഒരു ഡിഫറൻസ് ഉള്ളൂ. തയ്യാറാക്കാറുള്ളത് എന്ന് പറഞ്ഞത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പാസ്റ്റിൽ. മനസ്സിലായോ? സോ ദ ലഞ്ച് വാസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ഗോട്ട് ഇറ്റ്? ഇനി അടുത്തത് ദ ലഞ്ച് വാസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. എന്താ അങ്ങനെ പറഞ്ഞാൽ? ദ ലഞ്ച് വാസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. അതിനെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക കേട്ടോ. അതായത് പ്രസൻറ്റിൽ പറഞ്ഞതും പാസ്റ്റിൽ പറയുന്നതും കമ്പയർ ചെയ്യുക. അവിടെ നമ്മൾ പറഞ്ഞത് ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. അങ്ങനെ പറഞ്ഞതാ ലഞ്ച് ക്യാൻറ്റീനിൽ തയ്യാറായി കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇനി ഇങ്ങനെ പറയുമ്പോൾ ദ ലഞ്ച് വാസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ, നിങ്ങൾ പറയാണ് ഗസ്റ്റ് വന്ന സമയത്ത് എന്താണ്? ലഞ്ച് എന്ത് ചെയ്യായിരുന്നു? ക്യാൻറ്റീനിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം? When the guest arrived, the lunch was being prepared in the canteen. When the guest arrived, the lunch was being prepared in the canteen. അതായത് ഗസ്റ്റ് വന്ന സമയത്ത് ലഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ എന്താണ്? ലഞ്ച് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. When the guest arrived, the lunch was being prepared in the canteen. അപ്പോൾ പാസ്റ്റിൽ ആ സംഗതി കണ്ടിന്യൂ ചെയ്യായിരുന്നു. The lunch was being prepared in the canteen when the guest arrived. മനസ്സിലായോ? ഇനി അതേപോലെ നമ്മൾ അടുത്തയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ പ്രസൻറ്റിൽ പറഞ്ഞത് ലഞ്ച് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ എന്നാണ്. അത് ഹാസ് ബീൻ പറഞ്ഞത് പാസ്റ്റിൽ എന്താവും? ഹാഡ് ബീൻ ആവും. സോ ദ ലഞ്ച് ഹാഡ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ഇതേ സെൻറ്റൻസ് നമ്മൾ മുമ്പ് പറഞ്ഞ സെൻറ്റൻസ് ഒന്നുകൂടി എടുക്കുകയാണ്. ബൈ ദ ടൈം ദ ഗസ്റ്റ് അറൈവ്ഡ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഗസ്റ്റ് എത്തിയ സമയത്ത് അല്ലെങ്കിൽ ഗസ്റ്റ് എത്തിയപ്പോഴേക്കും ദ ലഞ്ച് ഹാഡ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. അതായത് ലഞ്ച് എവിടെ തയ്യാറായിട്ടുണ്ടായിരുന്നു? ക്യാൻറ്റീനിൽ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതൊക്കെയാണ് അതിൻ്റെ ശുദ്ധ മലയാളം കേട്ടോ. ബൈ ദ ടൈം ദ ഗസ്റ്റ് അറൈവ്ഡ് ദ ലഞ്ച് ഹാഡ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ഗസ്റ്റ് എത്തിയപ്പോഴേക്കും
ലഞ്ച് ക്യാൻറ്റീനിൽ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതായത് അവർ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പരിപാടി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലഞ്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേത് എന്താ പറഞ്ഞത്, ഗസ്റ്റ് വന്ന സമയത്ത് തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഒരു സെൻറ്റൻസ് കൂടി ഉണ്ട്. എന്താണ്? ദ ലഞ്ച് വിൽ ബി പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ഇത് ഫ്യൂച്ചറാണ്. ഇപ്പം നിങ്ങൾ ഒരാളോട് പറയാണ് ലഞ്ച് എവിടെയാവും തയ്യാറാക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയാണ് ലഞ്ച് ക്യാൻറ്റീനിലായിരിക്കും തയ്യാറാക്കുക. അപ്പോൾ എങ്ങനെ പറയണത്? ദ ലഞ്ച് വിൽ ബി പ്രിപ്പയർഡ്. അവിടെ വിൽ ബി ആണ് പറയുന്നത്, ഫ്യൂച്ചർ ആയതുകൊണ്ട് വിൽ പ്ലസ് ബി പ്ലസ് പ്രിപ്പയർഡ്, തേർഡ് ഫോം ഓഫ് ദ വെർബ്. സോ ദ ലഞ്ച് വിൽ ബി പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. മനസ്സിലായില്ലേ? ഫ്യൂച്ചറിൽ പറയുന്നൊരു കാര്യമാണ്. ഇവിടെയൊക്കെ ഈ സെൻറ്റൻസുകളിലൊക്കെ നമ്മൾ പാസീവ് രൂപമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒന്നും ആരാണിത് ചെയ്യുന്നത് എന്ന് പറയാതെ നടക്കുന്ന ആ പ്രോസസ്സിന്, നടക്കുന്ന ആ കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പറയുന്നത്. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഒന്നാമത്തേത്, ലഞ്ച് തയ്യാറാക്കാറുള്ളത് ക്യാൻറ്റീനിലാണ്. ദ ലഞ്ച് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. രണ്ടാമത്തേത്, ദ ലഞ്ച് ഈസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ലഞ്ച് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ക്യാൻറ്റീനിലാണ്. മൂന്നാമത്തേത്, ദ ലഞ്ച് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ലഞ്ച് തയ്യാറായിട്ടുള്ളത് എവിടെയാണ്? ക്യാൻറ്റീനിലാണ്. ഇനി അടുത്തത്, ദ ലഞ്ച് വാസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. വാട്ട് ഈസ് ഇറ്റ്? ദ ലഞ്ച് വാസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ലഞ്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? ക്യാൻറ്റീനിലാണ്. നേരത്തെ പറഞ്ഞു ആ ഇവൻറ്റിൽ ലഞ്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ക്യാൻറ്റീനിലാണെന്ന് പറഞ്ഞു അല്ലേ? ക്യാൻറ്റീനിലായിരുന്നു എന്ന് പറഞ്ഞു. ദ ലഞ്ച് വാസ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ദ നെക്സ്റ്റ് വൺ, ദ ലഞ്ച് വാസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. വെൻ ദ ഗസ്റ്റ് അറൈവ്ഡ്, ദ ലഞ്ച് വാസ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ഇനി അടുത്തത്, ദ ലഞ്ച് ഹാഡ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ദ ലഞ്ച് ഹാഡ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനെ വ്യക്തമാക്കാനാണ് ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞത്. ബൈ ദ ടൈം ദ ഗസ്റ്റ് അറൈവ്ഡ്, ദ ലഞ്ച് ഹാഡ് ബീൻ പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ഗസ്റ്റ് വന്ന സമയത്ത് ക്യാൻറ്റീനിൽ ലഞ്ച് തയ്യാറായിട്ടുണ്ടായിരുന്നു. ഇനി ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത്, ദ ലഞ്ച് വിൽ ബി പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ. ദ ലഞ്ച് വിൽ ബി പ്രിപ്പയർഡ് ഇൻ ദ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് എവിടെ തയ്യാറാക്കപ്പെടും? ക്യാൻറ്റീനിൽ തയ്യാറാക്കപ്പെടും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസീവ് വോയിസ് എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളിലാണ് എന്ത് വരാറുള്ളത്? ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് വരാറുള്ളത്. ചെയ്യുന്നത് ആരാണ് എന്ന് പറയാതെ ചെയ്യുന്ന കാര്യത്തിന് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുമ്പോഴാണ് നമ്മൾ പാസീവ് ഫോമുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ചോദിക്കാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ അതോടൊപ്പം ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. 1-on-1 ആയിട്ടുള്ള പ്രാക്ടീസുകളാണ്. നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നു, കോൺടാക്ട് ചെയ്യാം. I hope you have found this video interesting and I'll be back soon again with another useful class. Till then, bye bye everyone.